ക്യൂബ മുഴുവൻ ചുറ്റിക്കറങ്ങി അവർ ആസ്വദിക്കുന്നു. ബീച്ചിലും മറ്റും പോയ നവദമ്പതികളെ പോലെ അവർ ഉല്ലസിക്കുന്നു. ക്യൂബയിൽ നിന്ന് തിരികെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് വന്ന സഹ്യൂൺ പണ്ട് തന്നോടൊരാൾ ബിസിനസ് ക്ലാസ്സിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് ബൈ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. അവന് ഓടി വന്നവളുടെ കൈ പിടിച്ചിട്ട് തന്നെയും കൂടി കൊണ്ടുപോകാൻ പറയുന്നു. അവർ ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് നടക്കുന്നു. ജിൻഹ്യുക്കിന് തിരികെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അപ്പോയിന്റ്മെന്റ് വരുന്നു. അങ്ങനെ അവൻ തിരികെ എത്തുന്നു. തിരികെ വന്നിട്ട് തന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വാ. എനിക്കറിയാത്ത അങ്ങനെ ഒരു സ്ഥലമോ? അവൻ പറയുന്നതനുസരിച്ച് അവൾ ലിഫ്റ്റൊക്കെ കയറി താഴത്തെ നിലയിലെത്തുന്നു. ഇവിടെ നിറയെ ആളുകളാണല്ലോ, ഇവിടെ എവിടെയാ? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നേ, ബെറ്റ് വെക്കാം. ടോട്ടൽ ഡിന്നർ വാങ്ങി തരണം. അവസാനം ഇവന്റ്സ് മാത്രം നടക്കുന്ന ആ റൂമിലേക്ക് അവൾ ചെല്ലുന്നു. ഇതായിരുന്നു സ്ഥലം. അതെ, ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ആയി ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആരും ഇവിടെ വരാറില്ല. ഇതൊക്കെയല്ലേ ഓഫീസ് റൊമാൻസിന്റെ ഒരു ത്രിൽ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് അവിടേക്ക് ആരോ വരുന്നു. അവനെ പിടിച്ച് ഒരു ക്യാബിനറ്റിനകത്താക്കി അവൾ അവിടെ നിൽക്കുന്നു. മാഡം എന്താ ഇവിടെ? ഞാൻ ചുമ്മാ ഇവിടേക്ക് കാണാൻ വന്നതാ, പോട്ടെ. അവൾ പോകുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ആരുമില്ല എന്ന് കരുതി ജിൻഹ്യുക് പുറത്തിറങ്ങുന്നു. എന്നാൽ അവരവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും ചമ്മലോടെ അവരോട് ഹലോ ഒക്കെ പറഞ്ഞ് അവൻ ഓടിപ്പോകുന്നു. ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ ഒരു കാര്യം. എക്സ് ഹസ്ബൻഡ് തന്റെ അമ്മയുടെ വിശ്വസ്തനെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. വിശ്വസ്തൻ ഇമെയിൽ തെറ്റായി അയച്ച എംപ്ലോയിയുമായി അങ്ങനെ ചെയ്യാനായി പറഞ്ഞേൽപ്പിക്കുന്ന വീഡിയോ എക്സ് ഹസ്ബൻഡിന്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ കൂടെ ഉണ്ടെന്ന് കരുതിയാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ പൊട്ടരാവുകയുള്ളൂ. എൻ്റെ അമ്മയെ എന്നെക്കാളും നിന്ന് ആർക്കും അറിയില്ല. അവസാനം ബ്ലെയിമെല്ലാം തൻ്റെ തലയിലാക്കി അമ്മ രക്ഷപ്പെടും. വിശ്വസ്തനാകെ പരങ്ങിപ്പോകുന്നു. അച്ഛാ, നിനക്ക് സമയമുണ്ടോ മോനെ? ഉണ്ടച്ഛാ, ഇപ്പോൾ ലഞ്ച് ബ്രേക്കാ. അവർ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നു. വീട്ടിൽ വെച്ച് എനിക്ക് നിൻ്റെ അമ്മ ഉള്ളതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല മോനെ. പിന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ടെന്നും കരുതി. ഇനിയും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. നീ നല്ലോണം ആലോചിച്ചാണോ ഈ തീരുമാനം എടുത്തത്? അതെ അച്ഛാ, എപ്പോഴും ആളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് അറിയണമായിരുന്നു. നിന്നെ സപ്പോർട്ട് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്നറിയാൻ. അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. രാത്രി സുഹിൻ ഡിന്നർ വാങ്ങി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജിൻഹ്യുക് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഞാൻ കരുതി താൻ ഡിന്നറിന്റെ കാര്യമൊക്കെ മറന്നെന്ന്. അതെങ്ങനെ മറക്കാൻ പറ്റും? നിന്നെ കാണാൻ പറ്റുന്ന സന്ദർഭം എല്ലാം ഞാൻ ഉപകാരപ്പെടുത്തണ്ടേ? അവൻ സന്തോഷത്തോടെ അവളുടെ അടുത്ത് നിലത്ത് കുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇരുന്ന മുട്ട് വേദനിക്കില്ലേ? അയ്യോ, കുറച്ച് റൊമാൻറ്റിക് ആവെന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലോ. അവർ ചെറിയൊരു കടയിൽ കഴിക്കാൻ പോകുന്നു. സോജു വാങ്ങി അവൾ കുടിക്കുന്നു. എന്നാൽ അവൻ തനിക്ക് ഡ്രൈവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കുടിക്കുന്നില്ല. കുടിച്ച് തലയ്ക്ക് പിടിക്കാൻ തുടങ്ങിയതോടെ അവൾ ജിൻഹ്യുക്കിനെ കെട്ടിപ്പിടിച്ച് തനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് മറ്റും പറയുന്നു. പക്ഷെ എനിക്ക് പേടിയാ, ഇതൊക്കെ വരെ സ്വപ്നമാണോ എന്നാലോചിച്ച്. അല്ലാന്ന് പറയുമ്പോൾ നല്ല ആശ്വാസം തോന്നും. ജിൻഹ്യുക്കിന് ഇത് കേട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു. അവളെ അവളുടെ വീട്ടിലേക്ക് അവൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നു. എക്സ് ഹസ്ബൻഡ് പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നു. അയാൾ ഇത് കാണുന്നു. അവളെ അകത്ത് കൊണ്ടുപോയി കിടത്തി കുറച്ചധികം നേരം അവളെ നോക്കി നിന്നിട്ടാണ് ജിൻഹ്യുക് തിരികെ പോയത്. രാവിലെ എഴുന്നേറ്റ് താൻ തലേന്ന് കാണിച്ച കാര്യങ്ങൾ ഓർത്ത് സുഹിന് വല്ലാത്ത നാണക്കേടൊക്കെ തോന്നുന്നു. കറക്റ്റ് ടൈമിൽ ജിൻഹ്യുക്കിന് കോളും വരുന്നു. കോൾ എടുത്തതും അവൻ നേരെ പാട്ട് പാടി തുടങ്ങുന്നു. അതൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് പാട്ടിന്റെ അടുത്ത വരി പാടിക്കൊണ്ട് അനിയൻ അങ്ങോട്ടേക്ക് വന്നത്. അവൻ കോൾ കട്ട് ചെയ്യുന്നു. നീ എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയേ? അമ്മ, ഞാൻ നിനക്ക് 500 രൂപ തരാൻ പറയരുത്. അച്ഛ, 1000 തരാം. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല അച്ഛാ, എൻ്റെ പുന്നാരച്ചേട്ടൻ ജോലിയൊക്കെ കളഞ്ഞപ്പോൾ പാട്ടുപാടല്ല. അതിന് നീ എത്ര നന്നേ പാടുമോ? അവൻ ചുമ്മാ ഓരോന്ന് പറയുന്നത് അച്ഛാ. ഷെതുമും കിം തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി വിശ്വസ്തൻ എക്സ് ഹസ്ബൻഡിൻ്റെ കൂടെ ചേരുന്നു. എക്സ് ഹസ്ബൻഡ് ദോഹ ഹോട്ടലിൻ്റെ സ്റ്റോക്സ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തൻ്റെ പേരിലാക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പോൾ CEO ആകാനാണോ സാറിൻ്റെ തീരുമാനം? അതെനിക്ക് തന്നോട് പറയേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ ഫേവർ ചെയ്ത് നിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സുമായി തനി കാര്യം സംസാരിച്ച് ശരിയാക്കണം. സഹിൻ്റെ അച്ഛൻ ദോഹ ഹോട്ടലിൽ വെച്ച് തങ്ങളുടെ പാർട്ടിയുടെ മൂല്യങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു പാർട്ടിയുമായി സഖ്യം ചേർന്ന് ഇലക്ഷന് പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. തനിക്ക് പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്നും അത് സഖ്യകക്ഷിയുടെ ലീഡർ ആയിക്കോളാനും അയാൾ പറയുന്നു. ഇതേസമയം തന്നെ അതേ ഹോട്ടലിൽ സുഹിനെ പിന്തുണയ്ക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൽ പ്രമുഖനായ തന്റെ സ്വന്തം മാമനുമായി സംസാരിക്കുകയായിരുന്നു എക്സ് ഹസ്ബൻഡ്. നീ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല മോനെ. എന്തുകൊണ്ടാണ് ഞാൻ സുഹിനെ പിന്തുണയ്ക്കുന്നതെന്നറിയാമോ? കുറ്റബോധം കൊണ്ട്. അവളുടെ അച്ഛനോട് ഞാനാ പറഞ്ഞത് നീ നല്ലവനാണെന്നും ധൈര്യമായി മോളെ കല്യാണം കഴിപ്പിച്ചുവെന്നും. എന്നാൽ നിന്റെ അമ്മ സുഹിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരക്ഷരം മുറിയാടാതെ നീ അതെല്ലാം നോക്കി നിന്നില്ലേ? അവളുടെ അച്ഛൻ്റെ മുഖത്ത് നേരെ നോക്കാൻ ഇപ്പോഴും എനിക്ക് കഴിയാറില്ല. സ്റ്റോക്സ് തരാൻ തനിക്ക് കഴിയില്ല എന്ന് തന്നെ അയാൾ ഉറച്ചു പറയുന്നു. പുറത്തേക്ക് ഇറങ്ങിയ എക്സ് ഹസ്ബൻഡ് കാണുന്നത് സുഹിന്റെ അച്ഛനും മിസ്റ്റർ നാമും ജിൻഹ്യുക്കുമായി സംസാരിച്ചു നിൽക്കുന്നതാണ്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്, നീയും കൂടെ വാ ജിൻഹ്യുക്. ജോലിയിലാണ് സാർ. എങ്കിൽ പിന്നീട് ഒരു ദിവസമാകാം.
ഇതും കൂടി കണ്ടതോടെ എക്സ് ഹസ്ബൻഡ് ആകെ വല്ലാതാകുന്നു. പിറ്റേന്ന് സഹിനും ജിൻഹിക്കും കൂടി ഒരു ഡേറ്റിന് പോകുന്നു. അവന്റെ ക്യാമറയിൽ അവർ ഒരുപാട് ഫോട്ടോകളും എടുക്കുന്നു. വായിച്ച ഒരു പുസ്തകത്തിലെ കഥയാണെന്നും പറഞ്ഞ് ഒരു ട്രാജഡി സ്റ്റോറി അവൾക്ക് അവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇത് എന്ത് കഥയാ? മുന്നോട്ട് നടന്ന് അവളുടെ കൈയെടുത്ത് അവൻ തന്റെ കോട്ടിലിടുന്നു. അതിനുള്ളിൽ കിട്ടിയ ഡപ്പ തുറന്നപ്പോഴോ അതാ ഒരു കപ്പിൾ റിംഗ്. ഓരോ വർഷം ഞാനത് അപ്ഗ്രേഡ് ചെയ്യാം. അതെന്തിനാ? അതല്ല, തനിക്കുള്ള ഓർണമെന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ ചീപ്പാണ്. അതാ. ആര് പറഞ്ഞു? ഇതാണ് എനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഓർണമെന്റ്. സന്തോഷത്തോടെ അവൾ നടന്നു നീങ്ങുന്നു. എന്റെ ബജറ്റ് ആരോർത്തില്ലെങ്കിലും വേണ്ടിയില്ല, ജിൻഹിക് പോലും മറന്നല്ലോ. അമ്മ ആകെ പരിഭവത്തിലായിരുന്നു. അപ്പോഴാണ് അച്ഛൻ അവിടേക്ക് വന്നിട്ട് ഒരുങ്ങാനും ഡോഹ ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കാമെന്ന് പറയുന്നത്. ജിൻഹിക്ക് വിളിച്ചിരുന്നു. അവന് സമാനമായ എന്തോ ഗിഫ്റ്റ് വച്ച് കിട്ടിയത്രേ. അത് ഉപയോഗിച്ചിന്ന് രാത്രി നമുക്കവിടെ കഴിയുകയും ചെയ്യാം. അങ്ങനെ അവർ രണ്ടും ഡോഹ ഹോട്ടലിലെത്തി അവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് പോകാനായി ലിഫ്റ്റ് കയറുന്നു. അമ്മ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പെട്ടെന്ന് ആ ലിഫ്റ്റിലേക്ക് സുഹനും കയറുന്നു. എന്തായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന്റെ പേര്? അത് 13 നിലയിലാണെന്ന് ഉറപ്പല്ലേ? അതെ, 13 നിലയിലാണ്. ഞാനും അവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത്. 13 നിലയിലിറങ്ങി അവർ മുന്നോട്ട് നടക്കുന്നു. ജിൻഹിക്കിനെ കണ്ടതും അച്ഛനും അമ്മയും നിൽക്കുന്നു. അമ്മയ്ക്ക് അവൻ ജന്മദിനാശംസകൾ പറയുന്നതൊക്കെ അവൾ കേൾക്കുന്നു. അങ്ങനെ ജിൻഹിക്കും അച്ഛനും അമ്മയും അനിയനും കൂടി അവിടെ ഫുഡ് കഴിക്കുന്നു. അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു നെക്ലേസും അവൻ കൊടുക്കുന്നു. പെട്ടെന്നാണ് വെയിറ്റ് വന്ന് സുഹിൻ തന്നയച്ചതാണെന്ന് പറഞ്ഞ് ഒരു കുപ്പി വൈൻ അവർക്ക് കൊടുക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും അതത്ര ദഹിച്ചില്ലെങ്കിലും അവരത് സ്വീകരിക്കുന്നു. അച്ഛനമ്മ ഹോട്ടലിലായതുകൊണ്ട് വീട്ടിലാരും ഇല്ല. ഞാൻ തന്നയച്ച വൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? അച്ഛനതിന്റെ പകുതിയോളം തന്നെ കുടിച്ചു. അവൾ ചിരിക്കുന്നു. ആരോ കഥകൾ തട്ടിയത് കൊണ്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നു. അത് ജിൻഹിക്കിന്റെ അച്ഛനായിരുന്നു. ജിൻഹിക്കിനെ കാണാനും ഒരാളെത്തിയിരുന്നു. മറ്റാരുമല്ല, എക്സ് ഹസ്ബൻഡ്. അയാൾ അവനോട് സുഹിനെ കാണുന്നത് നിർത്താനും അവനതിന്റെ കോൺസിക്വൻസസ് താങ്ങാൻ പറ്റില്ലെന്നും പറയുന്നു. അയാളോട് പോയി അയാളുടെ പണി നോക്കാൻ വളരെ മാന്യമായി പറഞ്ഞിട്ട് ജിൻഹിക് വീട്ടിലേക്ക് നടക്കുന്നു. അച്ഛൻ അവളെ കാണാൻ ചെന്നത് എത്രത്തോളം അവരുടെ ബന്ധം സീരിയസ് ആണെന്ന് അറിയാനായിരുന്നു. സ്പെഷ്യലായ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഒരുപാട് ഹാർഡ്ഷിപ്പ് നേരിടേണ്ടി വരുമെന്നും അവസാനം മനസ്സിന് വേദന ഉണ്ടാക്കി നിർത്തേണ്ടി വരരുതെന്നും അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. അവളും അതെല്ലാം കേട്ടിരിക്കുന്നു. രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിക്കുന്നു. എന്താ, എന്നെ ഇഷ്ടപ്പെട്ടോ? ഇപ്പം എന്താ അങ്ങനെ ഒരു ചോദ്യം? പറയുന്നേ, ഈ ജിൻഹിക്കിനെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? കാരണം ജിൻഹിക്കിനെ പോലെ ആരും ഇല്ലാത്തതുകൊണ്ട്. അവൻ ചിരിക്കുന്നു. രാത്രി അവളോടൊപ്പം വീട്ടിലെത്തി. അവൾ ഉറങ്ങിയിട്ടേ പോവൂ എന്ന വാശിയിലായിരുന്നു ജിൻഹിക്. നീ ഇവിടെ ഇരുന്നാലാണ് എനിക്ക് ഉറക്കം വരാത്തത്. ആഹാ. അവൻ അവളുടെ കൂടെ കയറി കിടക്കുന്നു. ഞാനൊരു ഹ്യൂമൻ ഉറക്കമരനാണ്. കണ്ണുടച്ച് കിടന്നോ? അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. സുഹിൻ കണ്ണു തുറന്ന് ഇതെല്ലാം നോക്കി ചിരിക്കുന്നു. ഷെയർ ഹോൾഡേഴ്സിന്റെ ഭൂരിപക്ഷ സമ്മതത്തോടെ എക്സ് ഹസ്ബൻഡ് സുഹിനോടൊപ്പം CEO പദവിയിലേക്ക് എത്തുന്നു. എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്? നിങ്ങളുടെ അമ്മയുടെ പിൻബലത്തോടെ ഇങ്ങനെ ചെയ്യാൻ ലജ്ജയില്ലേ? നിന്നെ സംരക്ഷിക്കാനാണ് സുഹിൻ ഞാൻ ഇങ്ങനെയൊരു നീക്കം നീങ്ങിയത്. പിന്നീട് അത് നിനക്ക് മനസ്സിലാകും. ഇതെന്നെ ഒരു തരത്തിലും സഹായിക്കില്ല. ഈ ബിസിനസ്സിൽ എനിക്ക് മുൻപരിചയമില്ല. എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ തന്നെ വിളിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ വിളിച്ച് ചോദിക്കുന്നതാണ് നല്ലത്. തിരക്കൊണ്ട് ഞാൻ പോകുന്നു. അയാൾ നേരെ ചെന്നത് PR ടീമിലേക്കാണ്. ഹോട്ടൽ ബിസിനസ്സിൽ നടന്നുകൊണ്ടാണെന്നാണ് ഞാൻ കേട്ടത്. താനല്ലേ ക്യൂബയിലെ പ്രശ്നം പരിഹരിച്ച ആള്? ഗുഡ് വർക്ക്. താങ്ക്സ് സർ. അവനെ നല്ലവണ്ണമെന്ന് നോക്കിയിട്ട് അയാൾ പോകുന്നു. സഹീറിനായി ജിൻഹിക്ക് ഒരു ചെടി ഓഫീസിലേക്ക് കൊടുത്തുവിടുന്നു. ഇതൊരു സ്പെഷ്യൽ ചെടിയാണ്. എൻ്റെ മുഖമാണെന്ന് കരുതി അതിൽ പതിയെ തലോടി നോക്കിക്കേ, ഒരു പ്രത്യേക സുഗന്ധം വരും എന്ന് ബോയ് ഫ്രണ്ട്. അവൾ സന്തോഷത്തോടെ ആ ചെടിയിൽ തലോടുന്നു. അത്രയും സ്ട്രെസ്സിനിടയിലും വല്ലാത്തൊരു ആശ്വാസം അവൾക്ക് തോന്നുന്നു. മിസ്റ്റർ നാം അവൾക്ക് തെറ്റായി ഇമെയിൽ അയച്ച് എംപ്ലോയിയുടെ കോൾ ലോഗ്സ് എടുത്തുകൊണ്ട് വരുന്നു. മിസ്റ്റർ നാമും അവളുടെ അച്ഛനും ടീം ലീഡറിന്റെ ചേട്ടനും ഒരുമിച്ച് റിപ്പോർട്ടേഴ്സായി വർക്ക് ചെയ്തവരായിരുന്നു. അന്നത്തെ ബന്ധം വെച്ചാണ് ആ വിവരങ്ങൾ അയാൾക്ക് കിട്ടിയത്. ഒരുപാട് വട്ടം കോൾ പോയ ഒരു നമ്പർ സുഹിൻ ആ കോൾ ലോഗിൽ ശ്രദ്ധിക്കുന്നു. അതാരാണെന്ന് കണ്ടെത്താൻ അവൾ മിസ്റ്റർ നാമിനോട് പറയുന്നു. ഓഫീസിലേക്ക് നടക്കും വഴി എക്സ് ഹസ്ബൻഡിനെ ജിൻഹുക് കാണുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു ജിൻഹുക്? ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹിനെ സംരക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. താങ്കളെപ്പോലെ പണവും പൗരവൊന്നും എനിക്കില്ല, പക്ഷേ മേഡത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കുറപ്പാണ്. നിന്റെ വിശ്വാസത്തിനാണോ അതോ എൻ്റെ അധികാരത്തിനാണോ സുഹിനെ സംരക്ഷിക്കാൻ കഴിയുക എന്ന് നോക്കാം. അനിയനും ഹെയ്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. നീ ഓക്കെ ആണോ ഹെയ്ൻ? അതെന്താ? നിനക്ക് ജിൻഹിക്കിനെ ഇഷ്ടമായിരുന്നെന്ന കാര്യം എനിക്കറിയാം. സോറി, എനിക്കൊരു കോൾ വരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി കരയുന്നു. അനിയൻ അവൾക്കൊരു തൂവാലയൊക്കെ കൊടുക്കുന്നു. നീ ഇത് ജിൻഹിക്കിനോട് പറഞ്ഞാൽ കൊന്നുകളഞ്ഞ്. രാത്രി വൈകിയും ജോലിയിൽ തുടരുന്ന സുഹീന് ഭക്ഷണവുമായി ചെന്നതാണ് സോറി,
ഞാൻ കാരണം ഇപ്പോൾ തനിക്ക് ഇത്രയും ജോലിയും തലവേദനയും. ഞാൻ ചേതോമ കിമ്മിൻ്റെ മരുമകളായത് നിന്റെ തെറ്റിക്കൊണ്ടല്ലോ ജിൻഹിക്. നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ ഈ സന്ദർഭങ്ങൾ നേരിടാൻ പറ്റുന്നത്. ഐ ലവ് യു. സന്തോഷത്തോടെ അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. പിറ്റേന്ന് രാത്രി അനിയൻ കൊണ്ടുവന്ന സ്നാക്സ് കഴിക്കുകയായിരുന്നു അച്ഛനും അമ്മയും ജിൻഹിക്കും. നാളെ മിസ് ലിയുടെ കാലിൽ ബാൻഡേജ് വയ്ക്കും. ഇവിടെ ഭക്ഷണം ഒരുക്കാമെന്ന് ഞാൻ പറഞ്ഞു. നല്ല കാര്യം, ഞാനെല്ലാം തയ്യാറാക്കാം. ഒരുപാട് നാളായി മിസ് ലിയെ കണ്ടിട്ട്. ജിൻഹിക്കിൻ്റെ സിയോയെ കൂടി വിളിച്ചാലോ? അച്ഛൻ അങ്ങനെ പറഞ്ഞത് കേട്ട് ജിൻഹിക് ഞെട്ടുന്നു. അത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ അവർ വരുമോ? വിളിച്ചാലല്ലേ അറിയൂ. മോനെ നീ എന്തായാലും വിളിക്കാം. ശരി അച്ഛാ. അവൻ അവൾക്ക് മെസ്സേജ് അയച്ച് കാര്യം പറയുന്നു. അവൾ അതിനെ സമ്മതിക്കുന്നു. സെക്രട്ടറിയെ വിളിച്ച് താൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് അവൾ ചോദിക്കുന്നു. അയ്യോ സോയു, നീ എവിടെ പോവാ? നാളെയാണ് ചേവമൻ കിമ്മിൻ്റെ ഭർത്താവിൻ്റെ ചരമവാർഷികം. അവരതിനിടാനുള്ള ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. സുഹനാകെ മനോവിഷമത്തിലാകുന്നു. ജിൻഹിക്കും നാളെയുള്ള ഫ്യൂണറൽ ആനിവേഴ്സറിയുടെ കാര്യം പറയുന്നു. സുഹന് വീണ്ടും താൻ കാരണം ഒരു പ്രശ്നമുണ്ടാകണ്ട എന്ന് കരുതി അവൻ അവളോട് വീട്ടിലെ ഡിന്നർ മാറ്റിവെച്ചു എന്ന് കള്ളം പറയുന്നു. പിറ്റേന്ന് വൈകിട്ട് സെക്രട്ടറിയുടെ ഫോൺ നിൽക്കാതെ അടിക്കുന്നത് കേട്ട് സുഹൻ ആരാണെന്ന് തിരക്കുന്നു. അത് ജിൻഹിക്കിൻ്റെ ഫ്രണ്ടാ. അവരുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നതുകൊണ്ട് അനിയനില്ല, അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ ചെല്ലുമ്പോൾ എന്ന് അറിയാൻ വിളിക്കുന്നതാ. ഗസ്റ്റോ? അതെ. തൻ്റെ മുന്നിലിരിക്കുന്ന ഡ്രസ്സിൽ നോക്കി സുഹൻ അഗാധമായി ചിന്തിക്കുന്നു. സിഇഒ സുഹൻ്റെ കാത്തു നിന്ന് മാധ്യമപ്രവർത്തകരെല്ലാം ക്യാമറ അങ്ങോട്ട് തിരിക്കുന്നു. മോനെ, മിസ് ലിയ ആയിരിക്കും. പോയ കഥക് തിരക്ക്. മിസ് ലിയെ പ്രതീക്ഷിച്ച് ജിൻഹിക് പക്ഷേ കണ്ടത് സുഹനെയാണ്. സന്തോഷം കാരണം അവൻ അവളെ പുണരുന്നു.